ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് കൊല്ലം പൂയപ്പള്ളി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും SPC കേഡറ്റ്സും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഏകദേശം 1300ഓളം പേര് പങ്കെടുത്ത ഒരു കണ്ണുപരിശോധനാ ക്യാമ്പ് നടത്തിയിരുന്നു. തിരുനെൽവേലിയിലെ അരവിന്ദ് കണ്ണാശുപത്രിയുമായിട്ട് സഹകരിച്ചാണ് ആ പ്രവർത്തനം നടത്തിയത്. അതിൽ ഓപ്പറേഷൻ ആവശ്യമുള്ള 300ഓളം രോഗികളെ അന്ന് ഇവിടുന്ന് അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് അവരവരുടെ വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 68ാമത്തെ തവണയാണ് ഈ കണ്ണുപരിശോധന ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് നടത്തുന്നു. ഒപ്പം ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു ആംബുലൻസ് സർവീസുണ്ട്. അത് സൗജന്യമാണ്, തികച്ചും സൗജന്യമാണ്. ആവശ്യപ്പെടുന്ന ആര് വിളിച്ചാലും ആംബുലൻസ് അയച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ ഈ അഗതി മന്ദിരം എന്ന് പറയുന്നില്ല, കാരണം ഇവിടെയുള്ളവരെല്ലാം ഞങ്ങളെല്ലാം സനാതർ തന്നെയാണ്. ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം നേരത്തെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും ഇവരെല്ലാം സനാതരായിട്ട് തന്നെയാണ് ഇവിടെ വളരുന്നത്. അപ്പോൾ ഞാൻ സമുദ്രതീരത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇവിടെ 200 മീറ്റർ അകലെയായിട്ട് നമ്മുടെ പുതിയ മന്ദിരം, ആ ഫോട്ടോയിൽ കാണുന്ന ഒരു ബഹുനില മന്ദിരത്തിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 നിലകൾ പൂർത്തിയായി. അതിൻ്റെ ഉദ്ഘാടനം ഇനി ഏറെക്കുറെ പണികൾ മാത്രം ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ മിക്കവാറും പുതിയ മന്ദിരത്തിലേക്കായിരിക്കും വരുന്നത്. അവിടെ അതിമനോഹരമായ ഒരു ഓപ്പൺ ജിംനേഷ്യം, ഒരു ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം, ഇതിൻ്റെയൊക്കെ നിർമ്മാണം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ പ്രശാന്ത് CK, അധ്യാപകരായ രാജി കൃഷ്ണ R, ലിജി ജോൺ, ചിത്ര MG, വെളിനല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ HM റാണി V തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആണെന്ന് എനിക്ക് ബോധ്യമാകുന്നത്. എനിക്ക് മാത്രമല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും. നിങ്ങളിപ്പം കുട്ടികളാണ്, നിങ്ങൾക്കതൊക്കെ വഴിയെ മനസ്സിലാവും. നിങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ആദ്യ തവണ ഇവിടെ എത്തുന്നത് ഒരു അധ്യാപന നിലയിലാണ്. ഇപ്പം 2ാമത്തെയും 3ാമത്തെയും തവണ എത്തുന്നത് നമ്മുടെ പൂയപ്പള്ളി സ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എന്ന രീതിയിലാണ്. എനിവേ, എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കുട്ടികൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അവർ അവരുടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാ അച്ഛനമ്മമാരും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ, അത് നല്ലതായാലും അല്ലെങ്കിൽ കുറച്ച് വാശിയേറിയ ഇഷ്ടങ്ങളായാലും എല്ലാം അവരെ കൊണ്ടാവുന്ന രീതിയിൽ പരമാവധി അവർ നിറവേറ്റി തരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വളർത്തുന്ന അച്ഛനമ്മമാർ തന്നെയാണ് ഇപ്പം നിങ്ങളെ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ അച്ഛനമ്മമാർ വളർത്തിയത് അതിൽ കൂടുതൽ, അല്ലെങ്കിൽ അതിലും മക്കൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച അച്ഛനമ്മമാരാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ. അപ്പോൾ നിങ്ങളിവിടെ വന്നത് വെറും ഒരു കാഴ്ചക്കാരായി ഇത് കണ്ടുപോകാതെ ഇവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പാഠം, നമ്മുടെ അച്ഛനമ്മമാർ എത്ര നാൾ വരെയും നമ്മുടെ കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ അവസാന നിമിഷം വരെയും നമ്മളോട് ചേർത്ത് നിർത്തേണ്ടവരാണ് നമ്മുടെ അച്ഛനമ്മമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ അച്ഛനമ്മമാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ എതിര് പറയുന്നൊരു ശീലം പല കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവും ഇല്ലാതെയാണ് അവർ നിങ്ങളോട് പെരുമാറുന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നത്. അങ്ങനെയുള്ള അച്ഛനമ്മമാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ എങ്ങനെ നിങ്ങൾക്ക് നോക്കാം,
അല്ലെങ്കിൽ അവർ എങ്ങനെ സന്തോഷകരമായിരിക്കണം. നമ്മുടെ അച്ഛനമ്മമാർ സന്തോഷമായിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ വളരെ വലിയ പൊസിഷനിലെത്തിയാലും അതുപോലെ നമുക്ക് വലിയ വലിയ ജോലികൾ കിട്ടിയാലും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഉയരങ്ങളെല്ലാം നമ്മൾ കീഴടക്കിയാലും നമ്മുടെ അച്ഛനമ്മമാരുടെ സന്തോഷം, അപ്പോൾ അവർ സന്തോഷമായി ഇരിക്കണമെന്ന് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഓരോ തവണയും ഇവിടെ വന്നിട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഇന്ന് ജസ്റ്റ് വന്നൊന്ന് കണ്ട് ഇത് മനസ്സിലാക്കി ഇന്നൊരു ദിവസം മാത്രം ചെയ്യാനുള്ളതല്ല. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ എപ്പോഴും നമ്മുടെ നെഞ്ചോടുകൂടി അവർ നമ്മളെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് വളർത്തിയതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവർക്ക് ഒരു വാർദ്ധക്യം വരുമ്പം ആക്ച്വലി അവരുടെ ബാല്യകാലം, അവരുടെ രണ്ടാമത്തെ ബാല്യം നമ്മൾ പറയും. അപ്പോൾ ആ ബാല്യകാലത്തിൽ അവരെ കൂടെ ചേർത്ത് പിടിക്കാനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എല്ലാം നമ്മളൊപ്പം അവരുടെ കൂടെ നിൽക്കണം. അവർക്ക് ചിലപ്പം കുറച്ച് വാശികളും എല്ലാം കാണും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും അവർക്ക് ചിലപ്പോൾ എപ്പോഴും പെരുമാറാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ പെരുമാറിയിട്ടുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തും നിങ്ങളുടെ ഈ കാലഘട്ടത്തിലും കൗമാര കാലഘട്ടത്തിലും ഒക്കെ അവർ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ അച്ഛനമ്മമാരെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അച്ഛനമ്മമാർ എത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അവരെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അവർക്ക് നൽകണമെന്ന് നിങ്ങൾ ഇവിടുന്ന് ഒരു ദൃഢ നിശ്ചയം അല്ലെങ്കിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ. നമ്മൾ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. വെറുതെ ഒരു സന്ദർശകരായിട്ട് പോകാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്നുണ്ടോ, ഈ മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മൾ എന്താണ് മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ 2026 ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊരു നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് വന്ന് കാണാനും അവരുമായിട്ട് അല്പസമയം ചെലവഴിക്കാനും നമുക്ക് ദൈവം തമ്പുരാൻ ഇടവരുത്തി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ വർഷത്തെ ആദ്യ ദിനം തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു അനുഭവമാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ എല്ലാവരും നമുക്ക് ഈ ദിവസത്തിൽ നമ്മളിവിടെ നിന്ന് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ഇനി മുതൽ നമ്മുടെ ടീച്ചർ നല്ല വ്യക്തമായിട്ട് തന്നെ ടീച്ചർ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് അച്ഛനോടും അമ്മയോടും സമൂഹത്തോടും ഉള്ള കടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് നല്ല കുട്ടികളായിട്ട് തന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാ കേഡറ്റ്സും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള എല്ലാ സ്നേഹനിധികളായ അച്ഛനോടും അമ്മമാർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെ വരുന്നതിൻ്റെ ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും സംരക്ഷിക്കേണ്ടതെന്നും നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിലുപരിയായിട്ട് നിങ്ങൾക്കൊരു കടമയുണ്ട്, സമൂഹത്തിനോട് ചെയ്യേണ്ട ഒരു കടമ. ഇതുപോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സ്കൂളിലും നിങ്ങളുടെ കൂട്ടുകാരിലും ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ കണ്ടെത്തി അവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് രോഹിണി, ഇവിടുത്തെ എല്ലാമായ റിവൽ സിംഗിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ഞാൻ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാനൊരു അമ്മയെ അവിടെ നമ്മുടെ മയിലോട് എന്നൊരു അമ്മ റോഡിൽ കിടക്കുന്ന, വർഷങ്ങളായിട്ട് റോഡിൽ കിടക്കുക, അവർക്ക് ആഹാരം കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, വിസർജ്യം റോഡിൽ തന്നെ ഇടുന്നു, ആരെങ്കിലും കൊടുക്കുന്ന മാത്രം കഴിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടെ കൊണ്ടുവരികയാണ്. സാധാരണ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും എടുക്കത്തില്ല. ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കണം സമ്മതിച്ചു. ഇവിടെ കൊണ്ടുവന്നു അമ്മ വർഷങ്ങളായി കുളിച്ചിട്ട് അമ്മയുടെ ദേഹത്തെ അഴുക്കുകൾ കൊണ്ട് തന്നെ അമ്മയുടെ നിറം മാറിയിരിക്കുക, നല്ല കട്ടി പിടിച്ചിരിക്കുക അഴുക്ക്. ഇവിടെ കൊണ്ടുവന്നു, ഞാൻ ഏൽപ്പിച്ചു, ഞങ്ങളങ്ങ് പോയി. കുളിപ്പിച്ചത് ആരാണെന്നറിയോ? ദാ ഈ രോഹിണി കുളിപ്പിച്ചത് മാത്രമല്ല, കുളിപ്പിക്കണമെങ്കിൽ സാധാരണ ഒരാളെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, വർഷങ്ങളായിട്ട് ദേഹത്ത് വെള്ളം വീഴാത്ത ഒരാൾ, മാനസിക നില തെറ്റിയ ഒരാൾ, ദേഹം മൊത്തം കട്ടി പിടിച്ച് അഴുക്കിരിക്കുക. അത് സാധാരണ കൊണ്ട് തേച്ചാൽ പോകത്തില്ല, തൊണ്ട കൊണ്ട് തേച്ചിളക്കിയാലേ പോകത്തുള്ളൂ. ഈ വെള്ളം വീഴുന്നതനുസരിച്ച് ഉപദ്രവമായിരുന്നു. കൈ കടിച്ചു പറിച്ചു, ചീത്ത വിളിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. അതെല്ലാം സഹിച്ചൊരു ആദ്യത്തെ ദിവസം കുളിപ്പിച്ചു. ആ ചീത്ത വിളി ഒരു 4 ദിവസം കണ്ടിന്യൂസ് പോയി. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ
നോർമലായി എന്ന് മാത്രമല്ല, പാട്ടൊക്കെ പാടും, ശരിയായ പരിചരണം ലഭിച്ചു, ഭക്ഷണം ലഭിച്ചു. ആ പരിചരണം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം പ്രതിനിധിയായിട്ടാണ് എനിക്ക് അന്ന് രോഹിണിയെ തോന്നിയത്. കാര്യം എനിക്കൊരു സമാധാനമായിരുന്നു. ഇവിടെ കൊണ്ടാക്കി 2 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നപ്പം അവരുടെ ആ മാറ്റം കണ്ടപ്പം. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ, എനിക്ക് പോലും ആ ഒരു മനസ്സുണ്ടാവണമെന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ സഹായിക്കാൻ വേറെയുണ്ട്, ഇവിടുത്തെ സ്റ്റാഫുണ്ട്. എന്നിടത്ത് തന്നെയും അത്രയും അറപ്പുളവാക്കുന്ന ഒരാളെ അത്രയും പരിചരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ദൈവനിയോഗമാണ്. അപ്പോൾ ഞാൻ ഈ പുതുവത്സര ദിനത്തിൽ രോഹിണിയെ പ്രത്യേകിച്ച് ഞാൻ ആദരിക്കുന്ന ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഓർത്തതാണ്, രാവിലെ കുറച്ച് തിരക്കിലായിപ്പോയി. ഒരുപാട് സന്തോഷം. നല്ലൊരു കയ്യടി കൊടുത്തേ. അപ്പോൾ അതുപോലൊക്കെയുള്ള മനസ്സ് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. വളർന്നു വരുന്നതനുസരിച്ച് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ കണ്ടറിഞ്ഞ് ബുദ്ധിമുട്ടുകളും, വീട്ടിലെ ബുദ്ധിമുട്ടുകളും അച്ഛനമ്മമാരുടെ ബുദ്ധിമുട്ടുകളും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സോടുകൂടി നല്ല മക്കളായി എല്ലാവരും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സമുദ്രതീരം ചെയർമാൻ ഉർവൽ സിംഗ് എം ചടങ്ങിൽ നന്ദി അറിയിച്ചു. 2026 കേൾക്കുവാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വാർത്ത, ഗുരുശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അംഗമായ റാണി ടീച്ചർക്ക് ഈ കൂട്ടുകുടുംബ പേരിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അർപ്പിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനൊരു അവാർഡ് കിട്ടണമെന്ന്. കാരണം അധ്യാപകർ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് റാണി ടീച്ചർ. ടീച്ചർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ടീച്ചർ നടത്തിക്കൊണ്ടുവന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് മറ്റ് സ്കൂളിൽ ടീച്ചർ പ്രവർത്തിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ടീച്ചർ പ്രവർത്തിച്ച സ്കൂളിലൂടെ വീണ്ടും എത്തുകയും ആ കുട്ടികളെ വീണ്ടും വീണ്ടും ഇവിടെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും റാണി ടീച്ചറുടെ വഴികളിലൂടെ നമ്മൾ നടന്നു പോകണം. അപ്പോൾ ടീച്ചറിൻ്റെ പ്രവർത്തനം, ടീച്ചർ ഒറ്റയ്ക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ടീച്ചർ ചെയ്യുന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു വനിത ചെയ്യുന്നതിനപ്പുറം ഒരുപാട് മേഖലയിലേക്ക് കയറിപ്പറ്റുവാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അംഗീകാരം ഇന്ന് ടീച്ചറിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ആ അവാർഡ് സ്വീകരിക്കുവാൻ ടീച്ചറിന് ഏറെ സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് ഞാനും ഞങ്ങളുടെ കുടുംബവും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഇവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും സന്തോഷമാണ്. അതിനാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് ഈ അച്ഛന്മാരോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. കാര്യം കഴിഞ്ഞ ദിവസം ആർട്സ് സയൻസ് കോളേജിലെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കുട്ടി മൈക്കിലൂടെ പറയുകയുണ്ടായി. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളെ കൂട്ടത്തിലുണ്ടാവാം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾ. അവർ പുറത്തു പറയാത്തതാണ്, നിങ്ങൾ സ്കൂളിൽ അറിയിക്കാത്തതാണ്. നിങ്ങളെല്ലാം ഒറ്റ കളർ യൂണിഫോം ഇടുമ്പോൾ ചിലപ്പോൾ മറ്റ് കളർ ഡ്രസ്സ് പോലും ഇടാൻ കഴിയാത്ത കുട്ടികളുണ്ടാവാം. അവരെല്ലാം നമ്മൾ തിരക്കി പിടിച്ച്, ഒരു നേരത്തെ ആഹാരമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആഹാരത്തിൻ്റെ ഒരു വിഹിതം കൊടുത്ത് അവരെ ചേർത്ത് നിർത്തുന്നതിലാണ് ഏറെ നിങ്ങൾ ചെയ്യേണ്ട കടമയും കർത്തവ്യവും. നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ, കുഞ്ഞുനാളിൽ കിട്ടുന്ന ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. നിങ്ങളെല്ലാം ഉറങ്ങിത്തീർക്കുവാനുള്ള നിമിഷങ്ങളല്ല നിങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളായി തീരുവാൻ കഴിയില്ല, നിങ്ങൾക്ക് ഞങ്ങളായി തീരുവാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ അദ്വൈത് പറഞ്ഞതുപോലെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ കഴിയില്ല. നല്ല മനുഷ്യരായി വളർന്നെങ്കിൽ മാത്രമേ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ കഴിയൂ. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം.
എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന SPCയുടെ രാജകൃഷ്ണ ടീച്ചർ, പ്രശാന്ത് സാറ്, ലിജി ജോൺ, ചിത്ര, പിന്നെ നമ്മുടെ കുടുംബത്തിലെ റാണി ടീച്ചർ, മറ്റ് വേദിയിരിക്കുന്ന അധ്യാപകർ, SPCയുടെ കുട്ടികൾ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. ന്യൂ ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് അച്ഛനമ്മമാർക്കൊപ്പം കേക്ക് കട്ട് ചെയ്യുകയും സമുദ്രയിലെ അച്ഛനമ്മമാർക്കായി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും അച്ഛനമ്മമാർക്ക് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുകയും മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും വേണ്ടി വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു. ഗുരുവായൂരപ്പ രഹസ്യം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. നിറയുന്ന മൊഴിയുണ്ടല്ലോ, മറുപടി പറയുക മഴിയുണ്ടല്ലോ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ, അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരിയൊന്ന് കണ്ടപ്പോ, അയ്യോ നെഞ്ചിലൊരാതി, കരിമിഴിയുള്ള കളവാണിക്ക, കൂന്തല് കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി, ചിരിക്കല്ലേ പെണ്ണ കല്യാണി, നിന്റെ മാനത്തെ പുള്ളിയിൽ എന്നെ കുഴുക്കല്ലേ, കണ്ണിലെ നിറങ്ങണ്ട്, കയ്യിലെ വളകണ്ട്, കാലില് കൊലിച്ചിട്ട് എന്നെ കുടുക്കി, അരയിലെ അരിഞ്ഞണ മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്കെൻ്റെ മോഹങ്ങളാണ് പൊട്ടിയൊരുകുമ്പോൾ, നോക്കല്ലേ നീ ഒരു തീ, നോട്ടത്തിൽ മുന കൊണ്ട് ചങ്കത് പിടക്കണ്, നോക്കല്ലേ നീ ഒരു തീ, ഇഷ്കും തിരഞ്ഞേ അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ, വിള്ളൽ വീണിടും പൊള്ളും നീലമാം പുള്ളിനുള്ളിലായി തുള്ളിക്കിനിഞ്ഞേ, മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിലടിയിൽ പൊടിയുന്നു സംസം, മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിലടിയിൽ പൊടിയുന്നു സംസം, സഫമറുവ മലയിടയിൽ സഹൈനിടെ സ്വയമറിഞ്ഞേ, നെഞ്ചിനകത്തെ ജബഹിന്നൂറിൽ മോഹബത്തിനെ വഴിയിറങ്ങി, കൽബിനകമേ കപമണിതേ ഹസ്രുൽ ഹസ്മദാ നീന്തറിഞ്ഞേ, ഹിദ്ര പോയിടേ റോഹു പിടഞ്ഞേ, കിബ്ര് തിരിഞ്ഞേ കിബ്ര് വെടിഞ്ഞേ, പകലിരവുകളുടെ റബ്ബ് ഇടപരമിലും തുണഹുബ്, ഉടലിനുടയോൺ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്, പകലിരവുകളുടെ റബ്ബ് ഇടപരമിലും തുണഹുബ്, ഉടലിനുടയോൺ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്.
ഉച്ചവരെ അധ്യാപകരും വിദ്യാർത്ഥികളും സമുദ്രതീരത്ത് അച്ഛനമ്മമാരോടൊപ്പം പങ്കിട്ട നിമിഷങ്ങളിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വേദിയിൽ പങ്കിട്ടതിനു ശേഷമാണ് അവർ മടങ്ങിയത്. എൻ്റെ പേര് നിരഞ്ജന. GHS പൂയപ്പള്ളിയിലെ ഒരു സീനിയർ SPC കേഡറ്റാണ് ഞാനിന്നിവിടെ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സമുദ്രതീരത്ത് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് ക്രിസ്മസ് അവധിക്കാല ക്യാമ്പിലാണ് ആദ്യമായി ഞാനിവിടെ എത്തുന്നത്. അന്ന് ഇവിടെ ഇരിക്കുന്ന ഈ അമ്മമാരെല്ലാം, അച്ഛന്മാരും അമ്മമാരും എല്ലാം എനിക്ക് അപരിചിതരായിരുന്നു. പുതിയ മുഖങ്ങളായിരുന്നു ഇവരെല്ലാം. ഇക്കഴിഞ്ഞ ഓണം ക്യാമ്പിൽ ഞാൻ ഇവിടെ എത്തിയപ്പം ഇവർ കുറച്ചുകൂടെ എനിക്ക് പ്രിയപ്പെട്ടവരായി മാറി. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളായി തന്നെ ഞാൻ കാണുന്ന ഓരോ അച്ഛനമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ റാൻ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആക്കിയ ആ അമ്മയെ കാണാനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും അനന്യയൊക്കെ ഞങ്ങൾ ഓടിക്കേറിയിട്ടുണ്ട് അമ്മയെ കാണാനായിട്ട്. അത്രയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ സമുദ്രതീരം. ഇത്തരത്തിൽ ഞങ്ങൾക്കിവിടെ ഇവരെ കാണാനും സംസാരിക്കാനും എല്ലാം അവസരം ഒരുക്കി തന്ന പ്രശാന്ത് സാറിനും റാണി ടീച്ചർക്കും രാജി ടീച്ചർക്കും അതുപോലെ തന്നെ ലിജി ടീച്ചർക്കും ചിത്ര ടീച്ചറിനും എല്ലാം വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം തന്ന സമുദ്രതീരത്തിൻ്റെ സംഘാടകർക്കും ഏറെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ 5ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. 5 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യം ഞാൻ ഈ SPCയുടെ നിരഞ്ജന പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ജൂനിയർ ആയിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഓണം ക്യാമ്പിനും ഇപ്പോൾ ഇതോടെ കൂട്ടി 3 പ്രാവശ്യം SPCയുടെ ഇതിനും. അല്ലാതെ ഇവിടെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്ന് ഞങ്ങളിവിടെ വന്നായിരുന്നു. ഇവിടെ ഈ അമ്മമാർക്കായാലും ഞാൻ എൻ്റെ ചേച്ചി അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് വന്ന് ഈ അമ്മമാർക്ക് കുറേ പാട്ടൊക്കെ പാടിക്കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നതിന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു ടൈമിലാണ് തോന്നുന്നു ഇവിടെ വന്നത്. ദേശഭക്തി ഗാനം ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ദേശഭക്തി ഗാന മത്സരത്തിന് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്മമാരെയൊക്കെ അത്യാവശ്യം കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. പിന്നെ എപ്പം ഇവിടെ വന്നാലും ആദ്യമേ ഞങ്ങളിവിടെ വരുന്നുണ്ടെന്ന് അറിയുമ്പോഴേ ആദ്യമേ ചോദിക്കുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഒരു അമ്മമ്മയെ പറ്റിയാണ്. എപ്പോഴും ഇവിടെ വന്ന ആദ്യം കാണാൻ ഞങ്ങളെല്ലാവരും ഞാൻ നിരഞ്ജന അദ്വിക ഞങ്ങളെല്ലാവരും പോകുന്നത് ആ അമ്മമ്മയെ കാണാനാണ്. പക്ഷേ ഇന്ന് ഇവിടെ വരുമ്പം ആ അമ്മമ്മ ഇപ്പം ഇല്ല എന്നറിയുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. എപ്പോഴും അതേപോലെ ആ ആൻറ്റിയെ കുറേ അഭിനന്ദിക്കണമെന്നുണ്ട്. കാരണം അത്രയും ഞങ്ങളന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരി ഭയങ്കര കുറച്ച് റൂഡായിട്ടായിരുന്നു നിന്നിരുന്നത്. ആ ഒരു അവസ്ഥയിലും ഇങ്ങനെ ഇത്രയും കരുണയോടെയും ആ ഒരു അമ്മമ്മയെ നോക്കാൻ കാണിച്ച ആ ആൻറ്റിയുടെ മനസ്സിന് ഞാൻ ആൻറ്റിയെ അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ഒരു സമുദ്രതീരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാത്തിനും കൂടെ നിന്ന പ്രശാന്ത് സാറിനും രാജി ടീച്ചറിനും റാൻ ടീച്ചറിനും ലിജി ടീച്ചറിനും ചിത്ര ടീച്ചറിനും ഞാൻ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഇവിടെ എപ്പോൾ വന്നാലും ഒരു കേക്കും ഒരു വെള്ളവും അത് ഉറപ്പാണ്. ഞാനത് കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഉള്ളതാണ് അത്. അങ്ങനെ ഞങ്ങളെ സൽക്കരിച്ച ഇവിടുത്തെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനൊരു ജൂനിയർ SPC കേഡറ്റാണ്. ഇവിടെ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. ആദ്യം വന്നപ്പോൾ എനിക്കിതൊരു പരിചിതമല്ലാത്ത സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ വരാൻ നല്ല താല്പര്യമുണ്ട്. അതുപോലെ ഇവിടുത്തെ അച്ഛനമ്മമാർ ഇപ്പോൾ എൻ്റെ അച്ഛനമ്മമാരായി തീർന്നിരിക്കുകയാണ്. ഇവരെയൊക്കെ കാണുമ്പം എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ഓരോന്ന് നമുക്ക് കൊടുക്കാനും ഒക്കെ പറ്റുന്നത് നമുക്കൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇത് ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും, പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖിൻ. ഞാനൊരു SPC ജൂനിയർ കേഡറ്റാണ്. ഞാനിവിടെ ഈ സമുദ്രതീരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വരുന്നത് തന്നെ 2ാമത്തെ പ്രാവശ്യമാണ്. എനിക്ക് ആദ്യമേ വന്നപ്പോൾ ഇത് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്. പിന്നെ ഇവിടുത്തെ ആദ്യമേ ഞാൻ കയറി കണ്ടത് തന്നെ ഇവിടുത്തെ അച്ഛന്മാരെയാണ്. ഈ അച്ഛന്മാരെ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ ബസ്സിൽ വന്നപ്പോൾ തൊട്ടിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ സംസാരിച്ച് അവർക്ക് വേണ്ടത് കൊടുത്ത് ഇവിടെ പാട്ടൊക്കെ പാടി എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ്.
പിന്നെ എന്നെ ഇവിടെ എത്തിച്ച പ്രശാന്ത് സാറിനും രാജി ടീച്ചറിനും റാണി ടീച്ചറിനും നന്ദി. ഞങ്ങളെ ഇവിടെ സൽക്കരിച്ച സമുദ്രതീരത്തിലെ എല്ലാ സംഘാടകർക്കും നന്ദി. ഒരു പുതുവർഷ ആശംസകൾ. എൻ്റെ പേര് ആർദ്ര. ഞാൻ SPC സീനിയർ കേഡറ്റാണ്. ഞാൻ ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എനിക്കങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എനിക്കിവിടെ വരുമ്പം സന്തോഷമുണ്ട്. അത് കണക്ക് തന്നെ ഞാൻ ദേവനന്ദ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അമ്മമാരൊക്കെ എത്രയ്ക്ക് സന്തോഷമാണ് ഇവർക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പം ഇവർക്ക് ആ പുറത്തുനിന്ന് കിട്ടാത്ത ആ സന്തോഷം അത്ര ഇവർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തൊരുമ എന്ന് പറയുന്ന ഒരു ഒത്തൊരുമ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും സന്തോഷമായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പേര് അദ്വൈത RS. ഞാൻ GHS പൂയപ്പള്ളിയിലെ ഒരു സീനിയർ SPC കേഡറ്റാണ്. ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എൻജോയ്മെൻറ്റും ഹാപ്പിനെസ്സും നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിരുന്നാൽ കൂടി ചില തടസ്സങ്ങൾ അതിനുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാൻ പലരുടെയും സാന്നിധ്യം കാരണം എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട കുറേയേറെ അച്ഛനമ്മമാരെ നമുക്കിവിടെ കാണാം. സമുദ്രതീരം എന്ന ഒരു കേന്ദ്രം ഇവിടെ സ്ഥാപിതമായത് മൂലം അവർക്കെല്ലാവർക്കും ഒരു സന്തോഷവും അവർക്ക് ഒരു പരിഗണനയും സംരക്ഷണവും നേടിക്കൊടുക്കാൻ ഈ സമുദ്രതീരത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇങ്ങനെയുള്ള വയോജന കേന്ദ്രങ്ങളുടെ എണ്ണം കുറയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അച്ഛനമ്മമാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും ഉത്തരവാദിത്തമുള്ളത് അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അവരുടെ മക്കൾക്ക് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി സ്വാർത്ഥരായി പോകുന്ന അവർ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ തൻ്റെ അമ്മമാരെയും അച്ഛന്മാരെയും സംരക്ഷിക്കുവാനുള്ള തൻ്റെ ഉത്തരവാദിത്തം മറന്നു പോകുന്നു. അതിലൂടെ തന്നെയാണ് അവർ തങ്ങളുടെ മക്കളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതും ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു വന്നതും. തികച്ചും സങ്കടകരമായ കാര്യമാണെങ്കിലും ഈ ഒരു കേന്ദ്രത്തിന് അവർക്കൊരാശ്വാസം നൽകുവാനും സമൂഹത്തിന് നല്ലൊരു പാഠം പഠിപ്പിച്ചു നൽകുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമുദ്രതീരം എന്ന വയോജന കേന്ദ്രത്തിൻ്റെ എല്ലാ സംഘാടകർക്കും അവിടെ താമസിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഞങ്ങളെ ഇതുപോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ടീച്ചർമാർക്കും, പ്രത്യേകിച്ചും നമ്മുടെ റാണി ടീച്ചർക്കും. റാണി ടീച്ചർ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. റാണി ടീച്ചർ ഏതവസ്ഥയിലായിരുന്നാലും റാണി ടീച്ചർ സമുദ്രതീരത്തിൻ്റെ നല്ലതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റാണി ടീച്ചർ കാരണം നമ്മുടെ പുതിയ SPCയിലെ പ്രശാന്ത് സാർക്കും രാജി ടീച്ചർക്കും ഇവിടെ വന്ന് റാണി ടീച്ചറിനെ പോലെ തന്നെ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അച്ഛനമ്മമാർക്കും ഞാൻ ഒരു പുതുവത്സര ദിന ആശംസകൾ നേരുകയാണ്. അത് കഴിഞ്ഞു എങ്കിലും അത് ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രശാന്ത് സാറിനും രാജി ടീച്ചറിനും റാണി ടീച്ചറിനും ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു.